Hi dear students, once again welcome back to my class. As we know, today we are going to conclude this poem, Mending Wall, is written by Robert Frost. We know that this is very beautiful poem. Robert Frost is a very famous poet in English literature, and this poem tells about a wall between two neighbors, the speaker and his neighbor. There have a wall between their plot, and it fall down. It fell down. നമുക്കറിയാം ഈ ഒരു പോയത്തിൽ പറയുന്നത് മെൻഡിങ് വാൾ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ പറയുന്നത് സ്പീക്കറിൻ്റെയും അദ്ദേഹത്തിൻ്റെ നൈബറുടെയും വീടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ തോട്ടങ്ങൾക്കിടയിലാണ് ഒരു മതിലുണ്ട്. ബട്ട് ഇറ്റ്സ് കണ്ടിന്യൂലി ഫെൽ ഡൗൺ. ദർ ആർ സംതിങ് ഇറ്റ്സ് നോട്ട് ലവ്ഡ് എ വാൾ, അല്ലേ? ഒരു വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. ബിക്കോസ് അതെന്ത് ചെയ്യാണ്, ദിവസവും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ സ്പ്രിങ് ദാറ്റ് വാസ് എ മെൻഡിങ് ടൈം. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മെൻഡിങ് ടൈമാണ്. ബട്ട് they don't know. They couldn't identify the creature, or they couldn't identify the power. എന്താണ് ആ ഒരു വാള് താഴെ വീഴാനുള്ള പവർ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള ഏത് ക്രിയേച്ചറാണ് അത് ചെയ്യുന്നത് എന്നുള്ള യാതൊരുവിധ ഐഡിയയും ആർക്ക് ലഭിക്കുന്നില്ല, ഈ രണ്ടു പേർക്ക് ലഭിക്കുന്നില്ല. They are mending the wall again and again, but it fell down. ഞാൻ അവസാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവർ അവസാനത്തെ കല്ലും എടുത്തു വെച്ചിട്ട് അവർ പറയാണ് കല്ലിനോട്, എന്താ ജസ്റ്റ് സ്റ്റേ ദർ, അല്ലേ? കുറച്ച് സമയം അവിടെ എന്ത് ചെയ്യുക, ഒന്ന് പിടിച്ചു നിൽക്കുക, ഞങ്ങളൊന്ന് ടേൺ ചെയ്യുന്നത് വരെയെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ കല്ലിനോട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കല്ലുകളൊക്കെ താഴെ വീണിട്ട് പല ഷേപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ we are going to continue with the chapter, the rest of the area. Please listen here. We wear our finger rough with handing them. We wear our finger rough with handing them. And just another kind of outdoor game. On one side, one on a side, it comes to little more. There were it is, we do not need the wall. He's all pain and I'm apple orchard. സ്പീക്കർ പറയാണ്, we wear our fingers. ഞങ്ങളുടെ വിരലുകളൊക്കെ എന്തായിട്ടുണ്ട്, our fingers, it's rough with handling them, it's rough with handling by the stone, അല്ലേ? ആ കല്ലുകൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ കല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് കല്ലുകൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് ഞങ്ങളെ കൈകളൊക്കെ എന്തായിട്ടുണ്ട്, വിരലുകളൊക്കെ എന്തായിട്ടുണ്ട്, ഫിംഗേഴ്സൊക്കെ എന്തായിട്ടുണ്ട്, റഫായിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കം റഫ്, പരുപരുത്തതായിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് അനദർ ഔട്ട്ഡോർ ഗെയിം. ഇറ്റ്സ് ലൈക്ക് എ ഔട്ട്ഡോർ ഗെയിം. ഇറ്റ്സ് ലൈക്ക് ആൻ ഔട്ട്ഡോർ ഗെയിം. ജസ്റ്റ് ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ, ഒരു കളി പോലെ, ഒരു വിനോദം പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ ഇതുള്ളത്. വൺ ഓൺ എ സൈഡ്, ഒരാൾ ഒരു സൈഡിലുണ്ട്, മറ്റേ മറ്റൊരു സൈഡിൽ. ഒരു മതിലുണ്ട്, ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരാൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ആൻ ഔട്ട്ഡോർ ഗെയിം, ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ ഞങ്ങൾ ദിവസവും ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻ ഓൾ ടൈം ഞങ്ങളിതിങ്ങനെ മെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. ഇറ്റ്സ് കം ടു ലിറ്റിൽ മോർ, അതിൽ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണിത്. ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. സത്യം പറഞ്ഞാൽ we do not need a wall. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, there are no need of a wall, അല്ലേ? അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല. ഞങ്ങളെ പ്ലോട്ടുകൾക്കിടയിൽ, ഞങ്ങളുടെ സ്ഥലങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ തോട്ടങ്ങൾക്കിടയിൽ എന്തിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഒരു മതിലിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് കാരണം എന്താ, ഹീസ് ഓൾ പൈൻ. അദ്ദേഹത്തിന് എന്താണുള്ളത്, പെയിൻ ട്രീ ആണുള്ളത്, പെയിൻ മരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുള്ളത്. ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. എൻ്റെ തോട്ടത്തിലുള്ളത് എന്താണ്, ആപ്പിൾ ഓർച്ചാർഡാണ്. സോ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുള്ളത് പെയിൻ മരങ്ങളാണ്, എൻ്റെ തോട്ടത്തിലുള്ളത് എന്താണ്, ആപ്പിൾ ട്രീകളാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു മതിലിൻ്റെ ആവശ്യം ഞങ്ങൾക്കിടയിൽ ഇല്ല, ശരിക്കും പറഞ്ഞാൽ. ആൻഡ് സ്പീക്കർ പറയാണ്, വളരെ രസകരമായിട്ട് സ്പീക്കർ പറയാണ്, മൈ ആപ്പിൾ trees will never get a grouse and eat the corns under his pain. എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും ആ മതിൽ ക്രോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ പ്ലോട്ട് ക്രോസ് ചെയ്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പെയിൻ ട്രീയിൽ നിന്ന് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, കഴിക്കാൻ പോകുന്നില്ല. എൻ്റെ ആപ്പിൾ ട്രീ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പെയിൻ ട്രീ എന്ത് ചെയ്യുന്നില്ല, നശിപ്പിക്കാൻ പോകുന്നില്ല.
then why do we need a wall there? പിന്നെന്തിനാ നമുക്കൊരു വാൾ അവിടെ? ഐ ടെൽ ഹിം, ഞാൻ ആരോട് പറയാണ്? എൻ്റെ നൈബറോട് പറയാണ്. ഞാൻ എൻ്റെ നൈബറോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് ഇടയിലുള്ളത് ആകെയുള്ളത് നിങ്ങളുടെ തോട്ടത്തിൽ എന്താണ്? പൈൻ മരങ്ങളാണ്. എൻ്റെ തോട്ടത്തിലുള്ളത് എന്താണ്? ആപ്പിൾ ട്രീസ് ആണ്. ഇറ്റ്സ് നെവർ എ ക്രോസ്. അതെന്ത് ചെയ്യത്തില്ല, അത് ക്രോസ് ചെയ്യത്തില്ല, അത് അവർ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, ക്രോസ് ചെയ്യുന്നില്ല. ദെൻ വൈ ഡു വി നീഡ് എ വാൾ? പിന്നെ എന്തിനാണ് നമുക്കിവിടെ ഒരു വാള് എന്ന് ഞാൻ ആരോട് ചോദിക്കുകയാണ്? എൻ്റെ നൈബറോട് ചോദിക്കുകയാണ്. ഹി ഓൺലി സേസ്, അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. എന്താണ്? ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല ഫാൻസ്, നല്ല ഫാൻസിന് നല്ല വേലികൾ, നല്ല വേലികൾ, ഫാൻസ് മീൻസ് വേലികൾ, നല്ല മതിൽക്കെട്ടുകൾ. മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല നൈബേഴ്സിനെ, നല്ല അയൽക്കാരെ എന്ത് ചെയ്യും? ഉണ്ടാക്കും. The speaker couldn't understand that. What he mean, what the neighbor does mean. എന്താണ് ആ നൈബർ മീൻ ചെയ്തത്? ബൈ സേയിങ് ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ളതിലൂടെ അദ്ദേഹം എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളെ സ്പീക്കർ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയാണ് നല്ല വേലികൾ, നല്ല മതിൽക്കെട്ടുകൾ എന്തിനെ ഉണ്ടാക്കും? നല്ല റിലേഷൻസിനെ എന്ത് ചെയ്യും? ഉണ്ടാക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? പറയാണ്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് ഒരു കാറ്റഗറിയിലേക്ക് പോവാണ്. സ്പ്രിംഗ് ഈസ് എ മിസ്ചീവ് ഇൻ മീ. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് മിസ്ചീവ് ഇൻ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു ദുരിതമാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസമാണ്. ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ ഹെഡിൽ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് എന്തുണ്ട്? ഐ കുഡ് പുട്ട് എ നോഷൻ. ഇഫ് ഐ വണ്ടർ ഞാൻ എന്ത് ചെയ്യണം? അത്ഭുതപ്പെടുകയാണ് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുന്നതിൽ. എന്താണ്? വൈ ഡു ദു മേക്ക് ഗുഡ് നൈബേഴ്സ്? വൈ ഡു ദേ മേക്ക് ഗുഡ് നൈബേഴ്സ്? ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഒരു മതിലുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേലി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല നൈബേഴ്സ് ഉണ്ടാവുക? ഒരു വേലി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മതിലുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല നൈബേഴ്സ് ഉണ്ടാവുക? ഐ ഡോണ്ട് നോ ദാറ്റ്. അദ്ദേഹം അതിനൊരു കാരണം പറയുന്നത് എന്താണ്? ഇസ്ന്റ് ഇറ്റ് വേർ ആർ ദ കൗ ദർ ആർ കൗസ്. അത് പോസിബിൾ ആണ്. അദ്ദേഹം പറഞ്ഞ ആ ഒരു കോട്ടിങ്സ്, ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബർ എന്നുള്ള ആ ഒരു കോട്ടിങ്, നല്ല വേലികൾ അല്ലെങ്കിൽ നല്ല മതിൽക്കെട്ടുകൾ, നല്ല അയൽക്കാരെ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു കോട്ടിങ്സ് അർത്ഥവത്താകും എപ്പോ? ദർ ആർ കൗസ്. പശുക്കളോ അല്ലെങ്കിൽ അങ്ങനത്തെ മൃഗങ്ങൾ എന്തെങ്കിലും ഇപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്പുറത്ത് കയറിയിട്ട് അവരുടെ തോട്ടത്തിൽ കയറി അവിടെ എന്തെങ്കിലും നശിപ്പിച്ച് തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്? അവിടെ ഒരു മതിലുണ്ടാവുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് ദർ ആർ കൗസ്, അവിടെ കൗസ് ഉണ്ടെങ്കിൽ. ബട്ട് ദർ ആർ നോ കൗസ്. പക്ഷെ അവിടെ എന്തില്ല? കൗസ് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുക്കളോ അങ്ങനത്തെ യാതൊന്നുമില്ല. ആകെയുള്ളത് എൻ്റെ തോട്ടത്തിൽ ആപ്പിൾ ട്രീ ആണ്, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ എന്താണ്? പെയിൻ ട്രീ ആണ്. ബട്ട് why does he mean by saying good friends make good neighbor എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മളുടെ സ്പീക്കർക്ക് അത് മനസ്സിലാവുന്നില്ല. And before I built a wall, I would ask to know. ആ വാൾ കെട്ടുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കണം. I would ask to know. അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. What I was walling in or walling out. What I was walling in or walling out. And to whom I was like to give offense. ഇവിടെ നമ്മൾ ആരെയാണ് തടഞ്ഞു നിർത്തേണ്ടത്? കൗസ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും ട്രസ്പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തടയാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മതിലുകൾ കെട്ടാം. പക്ഷേ ഇവിടെ നമ്മൾ ആരെയാണ് ഒഫൻഡ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആരെയാണ് എതിർക്കേണ്ടത്? എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു മതിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. സംതിങ് there is that doesn't love a wall. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. സംതിങ് there doesn't love a wall. ഒരു മതിലിഷ്ടപ്പെടാത്ത സംതിങ് there, അവിടെ എന്തോ ഒന്ന് ഉണ്ട്. ദാറ്റ് വാണ്ട് ഡൗൺ. അതാണ് ആ മതിലിന് എന്ത് ചെയ്യുന്നത്? താഴേക്ക് വലിച്ചിരുന്നത്. ഐ കുഡ് സേ ഈവ്സ് ടു ഹിം. ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്, ഐ കുഡ് സേ ഈവ്സ്. ഒരു പക്ഷേ അതെന്താവാം? ഈവ്സ് ആവാം. ഈവ്സ് മീൻസ് പിശാചുക്കളാവാം, യക്ഷികളാവാം. സോ മേ ബി അതെന്താവാം? യക്ഷികളാവാം എന്ന് ഞാൻ ഒരിക്കൽ പറയുന്നുണ്ടായി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈവ്സ് എക്സാക്ട്ലി. പക്ഷെ അതെന്തോന്നല്ല, യക്ഷികളൊന്നുമല്ല.
അങ്ങനെ ഒരു രക്ഷികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയേച്ചറോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറോ ഒന്നുമല്ല ഈ മതിലിനെ താഴെ ഇടുന്നത്. ബട്ട് ദർ ആർ സംതിങ് ഡസൻ ലവ് എ വാൾ, ഒരു മതിൽ ഇഷ്ടപ്പെടാത്ത സംതിങ് ദർ. ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഹിംസെൽഫ്, ഐ സീ ഹിം ദർ. ബട്ട് and I would rather he said it for himself, I see him there. അദ്ദേഹത്തിനെ ഞാൻ അവിടെ കാണുന്നുണ്ട്, എൻ്റെ നൈബറെ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ബ്രിങ്ങിങ് എ സ്റ്റോൺ, അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്റ്റോണുകൾ, അദ്ദേഹം ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ പെറുക്കിയിട്ട് വരികയാണ്, കല്ലുകൾ ഇങ്ങനെ എടുത്തിട്ട് വരികയാണ്. ബ്രിങ്ങിങ് ദ സ്റ്റോൺ, ഗ്രാസ് ഫേംലി ബൈ ദ ടോപ്പ് ആൻഡ് ഈച്ച് ഹാൻഡ്. ഓരോ കയ്യിലും ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് അദ്ദേഹം എന്തും കൊണ്ടുവരുന്നുണ്ട്, സ്റ്റോണുകൾ കൊണ്ടുവരുന്നുണ്ട്. എന്തിനെ? ടു ബിൽഡ് ദ വാൾ വൺസ് അഗെയിൻ. ആ വാൾ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബിൽഡ് ചെയ്യാൻ വേണ്ടി. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്, ഒരു ഓൾഡ് സാവേജ്, ഒരു പുരാതന ശിലായുഗത്തിലുള്ള പുരാതന കാലഘട്ടങ്ങളിലുള്ള ആളുകൾ നടക്കുന്ന പോലെ സ്റ്റോണുകൾ കൊണ്ട്, വിച്ച് മീൻസ് പുരാതന കാലഘട്ടങ്ങളിൽ ശിലായുഗങ്ങളൊക്കെ ആയിരുന്നു അല്ലേ, കല്ലുകൾ കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നത്. സോ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പറയുകയാണ്. വിച്ച് മീൻസ് അത്രത്തോളം പഴഞ്ചനാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഓൾഡ് ഒരു ഒരു ഓർത്തഡോക്സ് ആണ് ആരെന്ന് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ നൈബർ എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡസൻ ഹി വാണ്ട് ദ വാൾ, ദ നൈബർ വാണ്ട്സ് ദ വാൾ. അദ്ദേഹത്തിന് ആ വാൾ അവിടെ വേണമെന്നുള്ള കാര്യം നിർബന്ധമാണ്. ബിക്കോസ് ഹി സേസ് ദാറ്റ് വാട്ട് ഗുഡ് ഫാൻസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് അദ്ദേഹം പറയുണ്ടായില്ലേ. സോ അദ്ദേഹം ഒരു സാവേജിനെ പോലെ, ഒരു ഓൾഡ് സ്റ്റോൺ സാവേജിനെ പോലെ, ഒരു പുരാതന മനുഷ്യനെ പോലെ കല്ലുകളും ഇങ്ങനെ പെറുക്കിയിട്ട് എന്ത് ചെയ്യാണ്, അത് വീണ്ടും ബിൽഡ് ചെയ്യാനായിട്ട് വീണ്ടും വരികയാണ്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീം ടു മീ. ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡാർക്ക്നെസ്സിലേക്ക്, ഒരു ഇരുട്ടിലേക്ക്, ഒരു മറവിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, മാറി നിൽക്കുകയാണ്. ഹി വിൽ നോട്ട് ബി ബിഹൈൻഡ് ഹിസ് ഫാദർ സെയിങ്. അദ്ദേഹത്തിന് അച്ഛൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. ആൻഡ് ഹി ലൈക്ക് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ, ഹി സേസ് അഗെയിൻ ഗുഡ് ഫാൻസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. മരങ്ങളുടെയൊക്കെ ഷെയ്ഡിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. വെയിലത്ത് നിന്ന് മരങ്ങളുടെയൊക്കെ ഷെയ്ഡിലേക്ക് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യാണ്, മാറി നിൽക്കുകയാണ്. ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്, ഇരുട്ടിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല. ഹി സേസ് വൺസ് അഗെയിൻ, അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഗുഡ് ഫാൻസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല 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 കെട്ടുറപ്പുകൾ അല്ലെങ്കിൽ നല്ല ഗ്യാപ്പുകൾ, നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല മതിലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നല്ല വേലികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇറ്റ്സ് വിൽ മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല നല്ല നൈബേഴ്സ് അവിടെ ഉണ്ടായി വരുമെന്ന് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്, വിശ്വസിക്കുകയാണ്. സോ അവർ ചാപ്റ്റർ കൺക്ലൂഡിങ് ഹിയർ, റോബർട്ട് ഫ്രോസ്റ്റ് ടെൽസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ റിലേഷൻഷിപ്പ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നുകൂടെ റോബർട്ട് ഫ്രോസ്റ്റ് ഇതിൻ്റെ തീമായിട്ട് എന്ത് ചെയ്യാണ്, പറഞ്ഞു തരികയാണ്. എല്ലാ റിലേഷൻഷിപ്പിലും, ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വിടവ്, അല്ലെങ്കിൽ ചെറിയ ഒരു മതിൽക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരു അകൽച്ച അല്ലെങ്കിൽ ചെറിയൊരു ബന്ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടെ ആര് പറയാണ്, ഇദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയാണ്. വലിയ വലിയ കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു രണ്ട് റിലേഷൻസിനിടയിൽ ഒരു ചെറിയ സ്പേസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ റിലേഷന് കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിലനിർത്താനായിട്ട് സാധിക്കും എന്നുകൂടെ ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ ഒരു പോയത്തിലൂടെ, മെൻഡിങ് വാൾ എന്ന് പറയുന്ന ഒരു പോയത്തിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നോ or we are going to discuss the appreciation of this poem. We want to discuss about the poetic elements, figure of speeches and the small summary, a brief summary about this poem. So we are going to looking the small summary, a brief summary of this poem, and we would like to know, we want to know about the figure of speeches or poetic elements used by Robert Frost in this poem. So the poem Mending Wall was written by the great American poet Robert Frost. We already know that, and it was stimulating and interesting poem about human boundaries or limitations and their benefit in the society. അല്ലേ, ഒരു സൊസൈറ്റിയിൽ
ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ബൗണ്ടറീസ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിനെ എത്രത്തോളം അത് സൊസൈറ്റിയിൽ ബെനിഫിറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ. ദിസ് പോയം പബ്ലിഷ്ഡ് ഇൻ 1914, 1914 ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിവോൾവ്സ് ദ സ്റ്റോറി ഓഫ് ടു നൈബേഴ്സ്. രണ്ട് നൈബേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഹൂ കം അക്രോസ് ഈച്ച് അതർ ഇൻ സ്പ്രിംഗ് എവറി ഇയർ ടു മെൻഡ് ദ സ്റ്റോൺ വാൾ ദാറ്റ് സെപ്പറേറ്റഡ് ദെയർ ഫാം. അല്ലേ, അവരെ ഫാമിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോൺ വാളിനെ വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് സീസണിൽ അവർ പരസ്പരം എന്ത് ചെയ്യുകയാണ് കണ്ടുമുട്ടുന്നതാണ് ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിഷ്വൽ തീം എന്ന് പറയുന്നത്. ആൻഡ് ദ പോയം ഡെമോൺസ്ട്രേറ്റ് ഹൗ ഗുഡ് ഫാൻസ് ക്രിയേറ്റ് ഗുഡ് നൈബേഴ്സ്. ഈ ഒരു പോയത്തിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോയത്തിലൂടെ കവി അല്ലെങ്കിൽ സ്പീക്കർ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൗ ഗുഡ് ഫാൻസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല ഇടക്കെട്ടുകൾ അല്ലെങ്കിൽ നല്ല വേലിക്കെട്ടുകൾ എങ്ങനെയാണ് നല്ല നൈബേഴ്സിനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൗ പീപ്പിൾ ക്യാൻ പ്രിസർവ് ദിയർ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് നൈബർ ബൈ ഫൗണ്ടിങ് സച്ച് വാൾസ്. ഇത്തരത്തിലുള്ള വാളുകൾ ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതിലുകൾ ഉണ്ടാക്കുന്നതിലൂടെ അവരുടെ ആ റിലേഷൻഷിപ്പ് വിത്ത് എ നൈബർ, അല്ലേ, നൈബറുമായിട്ടുള്ള അദ്ദേഹത്തിന് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റായി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് കൂടെ ഈ ഒരു പോയത്തിൻ്റെ തീമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ആൻഡ് മെൻഡിങ് വാൾ പോം ഫോക്കസ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് മെൻഡിങ് എ വാൾ ദാറ്റ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നൈബർ മേക്ക് എവറി ഇയർ ഡ്യൂറിങ് സ്പ്രിങ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സ്പ്രിംഗ് സീസണിലായി കഴിഞ്ഞാൽ ഈ സ്പീക്കറും അദ്ദേഹത്തിൻ്റെ നൈബറും അവരെന്ത് ചെയ്യാണ് ഈ വാൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സ്പീക്കർ ഓഫ് ദ പോം സെൻസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് ഫോർ എനി ബൗണ്ടറീസ്. സ്പീക്കർ പറയുന്നത് എന്താണ്, ദർ ഇസ് നോ നീഡ് ഓഫ് എനി ബൗണ്ടറീസ്. ബൗണ്ടറീസിന് എന്തില്ല, ആവശ്യകത ഇല്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. നെയ്തർ ഓഫ് ദം ഹാസ് എനിത്തിങ് treasurable to keep in lawns and they have just trees in their farm. അവരുടെ ഫാമിൽ അത്തരത്തിൽ ട്രസ്പാസ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കപ്പെടേണ്ട യാതൊന്നുമില്ല. രണ്ട് പ്ലോട്ടുകൾക്കിടയിൽ, അവരുടെ രണ്ട് ഫാമുകൾക്കിടയിൽ ആകെയുള്ളത് എന്താണ്, ആപ്പിൾ ട്രീസും പെയിൻ ട്രീസും ആണ്. അത് തമ്മിൽ എന്ത് ചെയ്യപ്പെടില്ല, എന്തായാലും ട്രസ്പാസ് ചെയ്യില്ല. സോ ദർ ഹാവ് നോ നീഡ് ഓഫ് എ വാൾ. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, മെൻഡിങ് the wall is unreasonable activity. Okay, it's an unreasonable activity. He then also see the falling of stone from the wall and says that even nature is not in favor. So ഈ ഒരു വാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിലൂടെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആര് പറയുന്നുണ്ട്, പോയിറ്റ് പറയുന്നുണ്ട്. വാട്ട് the nature doesn't love this. അല്ലേ, ദ നേച്ചർ ആൾസോ, ഈവൻ ദ നേച്ചർ ഡസൻ ലവ് ദ വാൾ. നേച്ചർ വരെ എന്താ ഇഷ്ടപ്പെടുന്നില്ല, ആ വാളിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആര്, സ്പീക്കർ ഈ ഒരു പോയത്തിലൂടെ എന്നാണ് പറയുന്നത്. ആൻഡ് ബട്ട് സിൻസ് ഹിസ് നൈബർ ഈസ് അറ്റാച്ച്ഡ് ടു ഹിസ് ട്രഡീഷൻസ്. നൈബർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹീസ് ഫോളോയിങ് ഹിസ് ട്രഡീഷൻ, ദ കസ്റ്റമറി. He's following the customary, he's following the tradition. അദ്ദേഹം ആ ട്രഡീഷൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛനൊക്കെ ചെയ്ത പോലെ വാള് അവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പോയത്തിൽ പറഞ്ഞത് ലൈക്ക് ദസ് ഓൾഡ് സ്റ്റോൺ സാവേജ് എന്ന് പറഞ്ഞത് അല്ലേ, ഓൾഡ് സ്റ്റോൺ സാവേജ് എന്ന് പറഞ്ഞു. സോ ഹീ ഈസ് ഫോളോയിങ് ദ കസ്റ്റംസ്, ഹി വാസ് ഫോളോയിങ് ദ ട്രഡീഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഹി ട്രൈസ് ടു ജസ്റ്റിഫൈ ബിൽഡിങ് ഇറ്റ്. അദ്ദേഹം അതിനെ ബിൽഡ് ചെയ്യുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കൂടെയുണ്ട്. എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്, ഹി സേസ്, ദ നൈബർ സേസ് ദാറ്റ് എ ഗുഡ് ഫാൻസ് മേക്കിംഗ് ഗുഡ് നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മതിൽ നിർമ്മിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റിഫൈ ചെയ്യുന്ന കൂടിയുണ്ട് അല്ലേ, അതിനെ സാധൂകരിക്കുക, അതിനെ വാദിക്കുക ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി എംഫസൈസ് ഓൺ ബൗണ്ടറീസ് ആൻഡ് ഡിസ്റ്റൻസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ റിലേഷൻഷിപ്പ് ടു വർക്ക്. അദ്ദേഹം പറയുകയാണ് ബൗണ്ടറീസ് അതേപോലെ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസുകൾ ഒക്കെ എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ, അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നൈബർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. However, that thing that captivated the reader is message he delivers, which is the most relationship can work well with the boundaries. So ഇതിലൂടെ അദ്ദേഹം പറയുന്ന ഒരു മെയിൻ തീം എന്ന് പറയുന്നത്, if we want to continue the relationship, if we want to long lasting the relationship, we must make a boundary, we must make a fence between the relationship.
ആ റിലേഷൻഷിപ്പിനിടയിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഫാൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയത്തിലൂടെ അതിൻ്റെ തീമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. And next we are going to know the literary elements or poetic elements in this poem used by Robert Frost. What do you mean by a poetic element? What do you mean by literary element? എന്തിനാണ് നമ്മൾ ലിറ്റററി എലമെന്റ്സ്, പോയറ്റിക് എലമെന്റ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ ഒരു പോയത്തിൻ്റെ തീം അല്ലെങ്കിൽ ആ ഒരു പോയത്തിലൂടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് റീഡേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പോയറ്റിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പോയറ്റിക് തീംസ് എന്ന് അല്ലെങ്കിൽ ലിറ്റററി ടേംസ് എന്ന് പറയുന്നത് അല്ലേ. സോ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു പോയറ്റിക് എലമെൻ്റ് എന്ന് പറയുന്നത് അസോണൻസ് ആണ്. എന്താണ് അസോണൻസ് എന്ന് പറഞ്ഞാൽ? അസോണൻസ് ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ ദ സെയിം ലൈൻ സച്ച് ആസ് എ, ഐ, ഇ, ഉ, എ പോലെയുള്ള വവൽ സൗണ്ട്സ് അല്ലേ, ഇംഗ്ലീഷിലെ വവൽ സൗണ്ട്സ് ഒരു സെൻറ്റൻസിൽ ഒരു ലൈനിൽ ഒരു ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലൈനിൽ ഒരു പോയത്തിൻ്റെ ഒരു ലൈനിൽ വവൽ സൗണ്ടുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ എ, ആ, ഇ, ഉ പോലെയുള്ള വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് എന്തെന്ന് പറയുക, അസോണൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ലൈൻ ദ പ്ലീസ്, ടു പ്ലീസ് ദ ഈലിംഗ് ഡോഗ്സ്, ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ. ആ ഒരു ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട്, എ എന്ന് പറയുന്ന പ്ലീസ്, ദ ഈലിംഗ് ഡോഗ്സ്, ദ ഗ്യാപ്പ് ഐ മീൻ നോ വൺ ഹാസ് സീൻ. ഈ ഒരു സെൻറ്റൻസിൽ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അത്തരത്തിൽ വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് എന്തെന്ന് പറയുക, അസോണൻസ് എന്ന് പറയാം. സോ അദ്ദേഹം ഇതിൽ ഒരു യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് എലമെന്റ് എന്താണ്, അസോണൻസ് ആണ്. ഓക്കെ, ദെൻ അദ്ദേഹം ഇതിൽ വീണ്ടും യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു പോയറ്റിക് എലമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇമേജറി ആണ്. വാട്ട് യു മീൻ ബൈ ഇമേജറി? ഇമേജറി ഈസ് യൂസ്ഡ് ടു മേക്ക് ദ റീഡേഴ്സ് പെർസീവ് ദ തിങ്സ് വിത്ത് ദെയർ 5 സെൻസ്. ഒരു പോയത്തിൽ റീഡേഴ്സിന് അവരുടെ 5 സെൻസ് കൊണ്ട്, 5 സെൻസ് മീൻസ് കാഴ്ച, കേൾവി, ടച്ച് പോലെയുള്ള 5 സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇമേജറീസിനെയാണ് നമ്മൾ ഇമേജുകളെയാണ്, ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇമേജറീസ് എന്ന് പറയുക. അങ്ങനത്തെ ചില കാര്യങ്ങൾ പോയറ്റ്സ് എന്ത് ചെയ്യും, പോയത്തിൽ യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ റീഡേഴ്സിന് അവരുടെ 5 സെൻസ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുക, ഇമേജറി എന്ന് പറയുക. ഫ്രോസ്റ്റ് ഹാസ് യൂസ്ഡ് വിഷ്വൽ ഇമേജറി ഇൻ ദിസ് പോം. ഈ പോയത്തിൽ ഫ്രോസ്റ്റ് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, വിഷ്വൽ ഇമേജറിയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് അദ്ദേഹം വിഷ്വൽ ഇമേജറി യൂസ് ചെയ്തിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ, ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം ആർ സോ നിയർലി ബോൾസ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചില കല്ലുകൾ എന്തുപോലെ, അപ്പകഷ്ണങ്ങൾ പോലെയും ചില കല്ലുകൾ ഏതുപോലെയും ആയിട്ടുണ്ട്, ബോൾസ് പോലെ ആയിട്ടുണ്ട്. സോ ബോൾ എന്ന് പറയുന്നതും അപ്പകഷ്ണങ്ങൾ എന്ന് പറയുന്നതും വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ബൈ അവർ 5 സെൻസ് അല്ലേ. നമ്മളെ 5 സെൻസ് കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 2 ഒബ്ജക്റ്റുകളാണ്. സോ ഇതിനെയാണ് എന്തെന്ന് പറയുക, ഇമേജറികൾ എന്ന് പറയുക. ആൻഡ് ഹീ ഈസ് ഓൾ പെയിൻ ആൻഡ് ഐ ആം ആപ്പിളോച്ചിയാഡ്. അദ്ദേഹം മറ്റൊരു യൂസ് ചെയ്ത ഇമേജറിയാണ് എന്താ, ആപ്പിളോച്ചിയാഡ് എന്നുള്ളതും പെയിൻ എന്ന് പറയും. രണ്ടും നമുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ 5 സെൻസ് കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾക്കാണ് എന്തെന്ന് പറയുക, ഇമേജറീസ് എന്ന് പറയുക. സോ റോബർട്ട് ഫ്രോസ്റ്റ് അതും ഈ പോയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും അദ്ദേഹം യൂസ് ചെയ്ത മറ്റൊരു പോയറ്റിക് എലമെൻ്റ് ആണ് കോൺസണൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് കോൺസണൻസ് എന്ന് പറഞ്ഞാൽ? കോൺസണൻസ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട് ഇൻ ദ സെയിം ലൈൻ. ഒരു ലൈനിൽ നേരത്തെ നമ്മൾ അസോണൻസ് പറഞ്ഞു അല്ലേ, വവൽ സൗണ്ടുകളുടെ റിപ്പീറ്റേഷൻ ആണ്. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസണൻറ്റ് സൗണ്ടുകളുടെ റിപ്പീറ്റേഷൻ. എന്താ കോൺസണൻറ്റ് സൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ? ന്, ട്, പ്, ഡ് പോലെയുള്ള കോൺസണൻറ്റ് സൗണ്ടുകൾ. സോ ഈ കോൺസണൻറ്റ് സൗണ്ടുകൾ ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ, ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. സോ ആ ഒരു സെൻറ്റൻസിൽ ന് എന്ന് പറയുന്ന, ന എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട്, കോൺസണൻറ്റ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക, കോൺസണൻസ് എന്ന് പറയുക. അതും നമ്മുടെ പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത ഒരു പോയറ്റിക് എലമെൻ്റ് ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ മെറ്റഫർ? സോ മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. Metaphor is a figure of speech. Implied comparison is made between objects different in nature.
നേച്ചറിലുള്ള വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇതെന്ന് പറയുന്നത്, മെറ്റഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ഫോം ആൻഡ് സം ആർ ലോവേഴ്സ് ആൻഡ് സം ആർ സോ നിയർലി ബോൾസ്. ആ ഒരു കല്ലിനെ, ആ ഒരു സ്റ്റോണിനെ അദ്ദേഹം എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്? ബോളുമായിട്ടും അപ്പകഷ്ണങ്ങളുമായിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? കമ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ഒബ്ജക്റ്റ്, നാച്ചുറലുള്ള മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുക? മെറ്റഫർ എന്ന് പറയുക. ഇതേപോലെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്, പക്ഷെ അതിൽ ലൈക്കും ആസും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയുക? സിമിലി എന്നാണ് പറയുക. ലൈക്കും ആസും യൂസ് ചെയ്യാതെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്താ പറയുക? മെറ്റഫർ എന്ന് പറയുക. സോ ഇത്തരത്തിലുള്ള പോയറ്റിക് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലിറ്റററി എലമെൻറ്റ്സ് ആണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? റീഡേഴ്സിന് ആ പറയുന്ന തീം ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോയറ്റിക് എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. സോ ടോട്ടലി ദ പോം ടെൽസ് അബൌട്ട് ദ fans or the boundaries between relationship, the importance of the boundaries, gaps between the relationship എന്നാണ് ഈ ഒരു poem എന്ത് ചെയ്യുന്നത്? പറയുന്നത്. I hope you guys understanding it very well. So I would like to stop here. We will meet with another beautiful chapter from this textbook as soon. It's me, Jurais, signing off.